ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊരു ടോർച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് കോബ എന്ന ബ്രാൻഡിൻ്റെ TG മോഡലിൽ പറഞ്ഞ USB ചാർജിങ് LED ഫ്ലാഷ് ലൈറ്റ് ആണ്. ഇത് 2000 മീറ്റർ പോകുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ വെട്ടം അതായത് 2 കിലോമീറ്റർ പോകുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 850 രൂപ മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 850 രൂപയ്ക്ക് ഇത് വർത്താണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ചൈനയുടെ ഇതാണ്. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ബോക്സ് തന്നെയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ്. ഉള്ളിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ള ഒരു ചാർജിങ് കേബിളും ഉണ്ട്. ഇത് C ടൈപ്പാണ്. ചാർജിങ് കേബിളും ഉണ്ട്. ചെറുതാണ്. ഇതാണ് നമ്മുടെ ടോർച്ച്. അത്യാവശ്യം സൈസുള്ള ടോർച്ച് തന്നെയാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കിങ്ങനെ തൂക്കി കയ്യിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവമൊക്കെ ഉണ്ട്. വള്ളി ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇവിടെ ആയിട്ടൊരു സംഭവം കണ്ട അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ള നമ്മുടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ള ബ്രാൻഡിൻ്റെ പേര് ഇവിടെ ഇതിൻ്റെ കോബ എന്ന് പറഞ്ഞിട്ട്. ഇത് മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഈ പൈസയ്ക്ക് ഈ സാധനത്തിൻ്റെ വലിപ്പം വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിലായിട്ടൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു റബ്ബറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ ആയിട്ട് USB പോർട്ടും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും വന്നിട്ടുണ്ട്. C ടൈപ്പാണ് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ ആയിട്ടാണ് ഡിസ്പ്ലേ. ഇതിപ്പം ഇതായി കിടക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഇവിടെ സ്വിച്ച് ഉണ്ട്. ഓണാക്കുമ്പോൾ ഇതേ ഡിസ്പ്ലേയുടെ നമ്മുടെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ബാറ്ററിയുടെ 94. അപ്പോൾ നമുക്ക് ഇതിതേ ഭിത്തി കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ഇതാണ് ഒന്നാമത്തെ ഇത്. രണ്ടാമത്തെ അതായത് ഇപ്പോൾ വെട്ടം കുറച്ച് കുറഞ്ഞു. ഇത് അവസാനത്തെ ഇതാണ്. പിന്നെ ഇത് നമ്മൾ ഈ എമർജൻസിക്കൊക്കെ ഇങ്ങനെ ഈ ആംബുലൻസിലൊക്കെ വന്ന് ഇങ്ങനെ കാണിക്കുന്നതുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് ഓഫാണ്. പിന്നെ ഇത് നമുക്ക് ഇതിങ്ങനെ ബാക്കിൽ ഇത് വരുമ്പോൾ ഈ റീലിലൊക്കെ എടുക്കുമ്പോൾ ബാക്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എത്ര ദൂരം ഇതിൻ്റെ വെട്ടാൻ പോകുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ എല്ലായിടത്തും ലൈറ്റ് ഇട്ടേക്കാണ് വീടുകളിലൊക്കെ. അപ്പോൾ ആ വീട്ടിൽ ആളില്ല, അതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. ആ വീട്ടിലേക്ക് അടിച്ച്, അല്ലെങ്കിൽ വേറെ വീട്ടിലേക്കൊക്കെ അടിച്ച ആൾക്കാർ അവിടെ തല്ലാൻ വരും, അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്കിത് അടിച്ചു നോക്കാം. അവിടെ ആയിട്ടൊരു വീടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് അടിക്കാം. സെറ്റപ്പായിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അതേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇങ്ങനെ പയ്യെ ഫോക്കസ് ചെയ്ത് ആ മാവിലെ ഇലയൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് തെങ്ങിലേക്കൊന്ന് അടിച്ചു നോക്കാം. അവിടെ ആയിട്ടൊരു തെങ്ങ് നിൽപ്പുണ്ട് മുകളിലായിട്ട്. തേങ്ങയൊക്കെ നമുക്കിങ്ങനെ നോക്കാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അവിടെ ആയിട്ടൊരു തെങ്ങുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ തേങ്ങ ഒന്നും കാണാതെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആൾക്കാർ കള്ളന്മാരൊക്കെ തേങ്ങ ഇടാൻ കയറിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റിയത് വെച്ച് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഓൾറെഡി വെട്ടിട്ടിട്ടുണ്ട് അവർ. ഇതൊക്കെ ഉണ്ടാവും. അവിടെ വെട്ടുമില്ല, അവിടെ ആരും ഇല്ല. പകൽ പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീട് റോട്ടിൽ നിന്ന് 100 മീറ്ററാണ് ഇങ്ങോട്ട് തന്നെ. അപ്പോൾ നമുക്ക് റോട്ടിലേക്ക് ഒന്ന് അടിച്ചു നോക്കാം. വീട് 100 മീറ്ററാണ്. അതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. അവിടെ ആയിട്ടൊരു കെട്ടിടം ഉണ്ട്. ഇത് ഇവിടെ ആയിട്ട് കണ്ട. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അടിക്കാം. അവിടം വരെ പോകണേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റും. സൂം ചെയ്തേ കണ്ട. അങ്ങേയറ്റത്തുള്ള കെട്ടിടമാണ്. അത്രയൊക്കെ കാണാൻ പറ്റണുള്ളൂ. 2000 കിലോമീറ്റർ പോകുന്ന, അല്ല സോറി 2 കിലോമീറ്റർ പോകുന്ന എനിക്ക് തോന്നണില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇത്രയും തന്നെ നമ്മൾ ലേറ്റായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ ആയിട്ട് പള്ളിയാണ്. ഇതിവിടെ അടുത്ത് തന്നെ, തൊട്ടടുത്താണ്. അതുകൊണ്ടിപ്പം കാണാൻ പറ്റുന്നുണ്ട്.
പക്ഷെ അത് കുറച്ച് ദൂരെ 100 മീറ്റർ പറയണേ 100 മീറ്ററേ ഉള്ളൂ. എന്നിട്ട് ചെറിയ മങ്ങിയ വെട്ടമാണ് അവിടെ പോകുന്നത്. പക്ഷെ നമുക്കിങ്ങനെ ഈ അത്യാവശ്യത്തിനായിട്ട് അതായത് ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ പഠിക്കാനാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ രാത്രിയൊക്കെ എന്തെങ്കിലും ഒച്ച ഇട്ട് നോക്കാനാണ് യൂസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.